നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ UDF വിജയത്തിലേക്ക് എന്ന് സൂചിപ്പിച്ച് മുന്നേറ്റം. 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 5000-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. വഴിക്കടവിൽ നേരിയ ആശങ്കയുണ്ടായെങ്കിലും ലീഗിന്റെ ശക്തി കേന്ദ്രമായ മൂത്തേടം എണ്ണിയപ്പോൾ ലീഡ് നില കുത്തനെ ഉയർത്തുകയാണ് UDF സ്ഥാനാർത്ഥി ചെയ്തത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ലീഡ് നേടാൻ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് സാധിച്ചില്ല. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ വഴിക്കടവിലെ കുതിപ്പിന് ശേഷം കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. പോസ്റ്റൽ വോട്ടിന് ശേഷം EVM വോട്ടുകളും എണ്ണി തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ UDF കുതിച്ചെങ്കിലും പിന്നാലെ M സ്വരാജ് ശക്തി കാണിച്ചു. വഴിക്കടവിലെ തണ്ണിക്കടവൂർ ബൂത്തുകളിലാണ് ആദ്യ റൗണ്ടിൽ എണ്ണിയത്. വഴിക്കടവിൽ വലിയ ലീഡ് നേടിയാൽ ആര്യാടൻ തരംഗമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. വഴിക്കടവിൽ കൂടുതൽ വോട്ടുകൾ പിടിച്ച അൻവറാണ് UDFന്റെ ലീഡ് കുറച്ചത്. ഇവിടെയാണ് അൻവർ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിച്ചത്. ഇവിടെ അൻവർ വിചാരിച്ചതുപോലെ വോട്ടുകൾ നേടുകയും ചെയ്തു. മൂത്തേടത്തും UDF വോട്ടുകൾ ചോർത്താൻ അൻവറിന് സാധിച്ചിട്ടുണ്ട്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. പോസ്റ്റൽ ബാലറ്റിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് മുന്നിലെത്തിയത്. UDF അനുകൂല ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടന്നപ്പോൾ ശക്തമായ മത്സരം പ്രകടമായി. പോസ്റ്റൽ വോട്ടിന് ശേഷം EVM വോട്ടുകളും എണ്ണി തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ ലീഡ് നിലനിർത്താൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. M സ്വരാജ് പ്രതീക്ഷ വെക്കുന്നത് അവസാനം എണ്ണുന്ന പഞ്ചായത്തുകളിലും ബൂത്തുകളിലുമാണ്. ഇവിടെ LDF സ്വാധീന മേഖലകളാണ്. ഒരു റൗണ്ടിൽ 14 വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക. 19 റൗണ്ടുകളിലായി 263 ബൂത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. ഒരു റൗണ്ടിൽ 14 വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക. 19 റൗണ്ടുകളിലായി 263 ബൂത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. നിലവിൽ 10ഓളം റൗണ്ടുകൾ കഴിഞ്ഞുവെന്നാണ് വിവരം. 1,74,667 പേരാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ വോട്ട്, സർവീസ് വോട്ട് എന്നിവ വഴി 1402 പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 46 ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരാൻ 3 റൗണ്ടുകൾ വേണ്ടിവന്നു. വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരുന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശ വ്യക്തമാകുമെന്നാണ് നേരത്തെ വിലയിരുത്തപ്പെട്ടത്. 43 ബൂത്തുകളുള്ള നിലമ്പൂർ നഗരസഭയിലെ വോട്ട് എണ്ണിത്തീരാനും 3 റൗണ്ട് വേണ്ടിവരും. 229 മുതൽ 263 വരെയുള്ള അമരവലം പഞ്ചായത്തിലെ ബൂത്തുകളാണ് അവസാനം എണ്ണുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ LDFനും ആത്മവിശ്വാസമുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നതും ഫലത്തിൽ നിർണായകമാണ്. എന്നാൽ അൻവർ തുടക്കത്തിലെ കരുത്ത് പിന്നീട് കാണിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇരു മുന്നണികളും പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ പിടിച്ചു. UDF പ്രതീക്ഷിച്ച വോട്ടുകളിലും ചോർച്ചയുണ്ടായി. 75.27% പോളിംഗ്. 8000 വോട്ടിന് ജയിക്കാമെന്നാണ് UDF കണക്കൂട്ടൽ. അത് 25,000 വരെ വോട്ട് പോകാമെന്നും പ്രതീക്ഷിക്കുന്നു. 2000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്ന് NDAയും കണക്കൂട്ടുന്നു. 25,000-30,000 വോട്ട് വരെ പിടിക്കുമെന്ന് PV അൻവർ ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും പരമാവധി 15,000-ആണ് മുന്നണികൾ കണക്കൂട്ടുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, LDF സ്ഥാനാർത്ഥി M സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, സ്വതന്ത്രനായി എത്തുന്ന PV അൻവർ എന്നിവർ ഉൾപ്പെടെ ആകെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇടത് സ്വതന്ത്രനായിരുന്ന PV അൻവർ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്.